ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴെല്ലാവരും ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുകയും അനീഷിനെ കൺഫെഷൻ റൂമിലേക്കും വിളിക്കുകയും ചെയ്തു ബിഗ് ബോസ്. കയറി ചെന്നപ്പോൾ തന്നെ അനീഷ് നമസ്കാരം പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് അനീഷിനോട് സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നതല്ല അനീഷിന് വല്ലാത്തൊരു സന്തോഷം. സുഖമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ലെറ്റർ വായിക്കാനായിട്ടാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് അനീഷ് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞില്ല. എന്നിട്ട് അനീഷ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ബിഗ് ബോസിന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് സുഖമാണ് അനീഷ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ സന്തോഷത്തോടുകൂടി ആ ലെറ്റർ വായിക്കുന്നുണ്ട്. ആ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ്. ബിഗ് ബാങ്ക് വീക്കിലെ ടാസ്ക് ലക്ഷയുദ്ധം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള ഒരു ടാസ്ക്. 3.5 ലക്ഷം രൂപയാണ് ആ ഒരു ടാസ്കിന് കിട്ടുന്നത്. 50,000 വെച്ച് 7 ബോക്സുകളിലായിട്ട് പെഡസ്റ്റലുകളിൽ വെച്ചിട്ടുണ്ട്. അവരവരുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് വെച്ചിട്ടുമുണ്ട്. അതിൽ അവനവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവനവൻ്റെ ഈ പറയുന്ന ബോക്സ് സംരക്ഷിക്കുകയും മറ്റുള്ളവരെ കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിൽ ഇടുകയും വേണം. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഒരാളും, രണ്ടാമത്തെ റൗണ്ടിൽ 2 പേരും, മൂന്നാമത്തെ റൗണ്ടിൽ ഓരോരുത്തരും വെച്ച് പുറത്താകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പിന്നെ പറഞ്ഞൊരു കാര്യം, അവസാനം വരുന്ന 2 പേരിൽ ഒരാൾക്ക് ഈ പറയുന്ന 3.5 ലക്ഷം രൂപ കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് മത്സരാർത്ഥികൾ പരിശ്രമിക്കുകയാണ്. പിന്നെ ഈ അനീഷ് അങ്ങനെ ലെറ്റർ അനീഷ് വായിച്ച് ഇറങ്ങുന്ന സമയത്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, പിന്നെ കാണാം ബിഗ് ബോസ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ആവട്ടെ എന്ന് അനീഷിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇത് കേട്ട് അനീഷ് വെളി വരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് അനീഷ് വരുന്നത്. അപ്പോൾ മത്സരാർത്ഥികൾ പറയുന്നുണ്ട്, എന്താ അനീഷേട്ടാ ഇത്ര വലിയ സന്തോഷം എന്ന രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ആരാണ് 3.5 ലക്ഷം രൂപ നേടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.